16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101-ഉം AC മൊയ്തീന് 35-ഉം BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. ജൂൺ 2-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, a veteran political leader, is declared elected as Speaker of 16th Kerala Legislative Assembly. പ്രതീക്ഷിച്ചതുപോലെ മുതിർന്ന നിയമസഭാംഗമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 139 MLA-മാർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 101 പേരുടെയും പിന്തുണ തിരുവഞ്ചൂരിന് ലഭിച്ചു. LDF-ൽ നിന്നും മത്സരിച്ച AC മൊയ്തീന് 35-ഉം NDA-യുടെ BB ഗോപകുമാറിന് 3 വോട്ടുകളാണ് ലഭിച്ചത്. പ്രോട്ടം സ്പീക്കർ G. സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. തിരുവഞ്ചൂരിന്റെ അനുഭവ സമ്പത്ത് നിയമസഭയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി. വളരെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ഭരണപരിചയവും എല്ലാം കൊണ്ടാണ് ഈ 16ാം കേരള നിയമസഭയുടെ സഭാനാഥൻ എന്നുള്ള ഒരു വലിയ സവിശേഷമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് കൂടി കൗണും ശാക്തറും അടിവരയിടുന്നുണ്ട്. BJP ആദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ചരിത്രമായി. നിയമസഭയിൽ പലപ്പോഴും ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന തിരുവഞ്ചൂർ ഇനി സഭ നിയന്ത്രിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. ഇന്ന് പിരിഞ്ഞ നിയമസഭ ഇനി ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി 29-ന് വീണ്ടും ചേരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.